Vivo X60 series ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Vivo X60 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. Vivo X60, Vivo X60 Pro, പിന്നെ Vivo X60 Pro Plus. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo X60 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Vivo X60ൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ Vivo X60 സീരീസിൽ വരുന്ന മറ്റ് രണ്ട് ഫോണുകളിൽ, അതായത് Vivo X60 Proയിലും അതുപോലെ തന്നെ Vivo X60 Pro Plusലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്നാൽ Vivo X60ൽ അങ്ങനെയല്ല, ഈ ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ Vivo X60ൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 176 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.36 mm ആണ്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം കുറവാണ് ഈ ഫോണിൽ. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഷിമർ ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. OnePlus 9R എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Adreno 650 എന്ന GPU ആണ് ഈ ഒരു പ്രോസസ്സറിൽ വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിലൊക്കെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് 3GB എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ആവും. അപ്പോൾ 8GB എന്നുള്ളത് ടോട്ടൽ 11GB ആയിട്ട് മാറും. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ക്യാമറ തന്നെയാണ്. ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. മൂന്നാമത് 13 മെഗാപിക്സലിൻ്റെ f2.46 അപ്പേഴ്സിൽ വരുന്ന പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വിവോ സൂയിസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ VIS 5 ആക്സിസ് വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പോർട്രേറ്റ് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് സൂയിസ് ബയോട്ടാർ പോർട്രേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്സൽ ഷിഫ്റ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം നൈറ്റ് വിഷൻ 2.0 എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നല്ല ലോ ലൈറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 37,990 രൂപയാണ്. 12GB റാം വെർഷൻ്റെ വില വരുന്നത് 41,990 രൂപയാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ പുറത്ത് ഷോപ്പുകളിൽ ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ Vivo X60ൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് തന്നെയാണ് ഈ ഫോണിന് വരുന്നത്, പ്രത്യേകിച്ച് ഇതൊരു ഓഫ്ലൈൻ ഫോണാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം OnePlus 9R എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. OnePlus 9R എന്ന ഫോണിലും ഇതേ ഒരു സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഫോണിൻ്റെ വില വരുന്നത് 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഈ ഫോണിനേക്കാളും 2,000 രൂപ ആ ഫോണിന് കൂടുതലാണ്. ശരിക്കും ഒരു OnePlus എന്നുള്ള ഫോൺ വന്നത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രീതിയിലാണ്. പൊതുവേ നമ്മൾ വിവോയെ പറ്റി പറയാറുള്ളത് ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളതാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, OnePlus 9R എന്ന ഫോണിനാണ് വില കൂടുതൽ. സെയിം പ്രോസസ്സർ വരുന്ന വിവോയുടെ ഫോണിന് അതിനേക്കാൾ 2,000 രൂപ കുറവാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Vivo X60 എന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു ഓഫ്ലൈൻ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.